നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. വിതുര കല്ലാറിൽ 74 വയസ്സുള്ള വീട്ടമ്മയെ പീഡിപ്പിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. അംബേദ്കർ കോളനി സ്വദേശി ഉണ്ണിയാണ് അറസ്റ്റിലായത്. ആളില്ലാത്ത സമയം നോക്കി വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വൃദ്ധയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുൻപും ഇത്തരത്തിൽ സ്ത്രീകളെ ശല്യപ്പെടുത്തിയതിന് ഉണ്ണിക്കെതിരെ കേസുണ്ട്. തൃപ്പൂണിത്തുറയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച ബസ് ഡ്രൈവർമാർക്ക് പോലീസിന്റെ വക ഇമ്പോസിഷൻ. തിങ്കളാഴ്ച പുലർച്ചെ 5 മണി മുതൽ 9 മണി വരെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ഇൻസ്പെക്ടർ വി ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ബസ് ഡ്രൈവർമാർ പിടിയിലായത്. പിടിയിലായ 16 ഡ്രൈവർമാരെ കൊണ്ട് 1000 തവണ ഇനി മദ്യപിച്ച് വാഹനം ഓടിക്കില്ല എന്ന ഇമ്പോസിഷൻ എഴുതിച്ച ശേഷമാണ് ജാമ്യത്തിൽ വിട്ടത്. മരട് നഗരസഭയിലും സമീപ പ്രദേശങ്ങളിലും ദിവസങ്ങളായി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം. മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംപറമ്പിലിന്റെ നേതൃത്വത്തിൽ എറണാകുളം വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയറെ തടഞ്ഞുവച്ചു. പമ്പിംഗ് തുടങ്ങുന്ന മുറയ്ക്ക് ഇന്ന് രാത്രിയോടെ പമ്പുകളുടെ പണി പൂർത്തീകരിച്ച് ജലവിതരണം ആരംഭിക്കാമെന്ന് ചീഫ് എഞ്ചിനീയർ ടി.എസ്. സുധീർ രേഖാമൂലം ഉറപ്പു നൽകിയതിനു ശേഷമാണ് കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചത്. അന്താരാഷ്ട്ര ലേബർ കോൺക്ലേവിന്റെ ഓഫീസ് തൊഴിൽ ഭവനിലെ ലേബർ കമ്മീഷണറേറ്റിൽ ഉദ്ഘാടനം ചെയ്തു. കേരളവും അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങളുടെ ശതാബ്ദി നിറവിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ പ്രൊഫസർ വി.കെ. രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന തൊഴിൽ വകുപ്പും പ്ലാനിംഗ് ബോർഡും ILOയുമായി ചേർന്ന് ഏപ്രിൽ 27, 28, 29 ദിവസങ്ങളിൽ തിരുവനന്തപുരത്താണ് അന്താരാഷ്ട്ര ലേബർ കോൺക്ലേവ് സംഘടിപ്പിക്കുക. മുണ്ടക്കയം വേലനിലത്ത് ചെക്ക് ഡാമിൽ യുവാവ് മുങ്ങി മരിച്ചു. ഇളങ്കാട് ടോപ്പ് സ്വദേശി വേങ്ങക്കുന്നയിൽ ആശിഷ് മോഹനാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം വേലനിലയം ചെക്ക് ഡാമിൽ കുളിക്കാനിറങ്ങിയപ്പോൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയായിരുന്നു അപകടം. പള്ളിക്കത്തോട് ഗവൺമെന്റ് ITI വിദ്യാർത്ഥിയാണ് മരിച്ച ആശിഷ്. മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം. കണ്ണൂർ വിഷൻ റിപ്പോർട്ടർ മനോജ് മയിൽ, ക്യാമറാമാൻ സനിൽ എന്നിവർക്കെ ലീഗ് പ്രവർത്തകർ ആക്രമിച്ചു. കണ്ണൂർ വിഷൻ ക്യാമറ എറിഞ്ഞു തകർത്തു. കുഞ്ഞാലിക്കുട്ടിക്കും ലീഗിനുമെതിരെ വാർത്ത നൽകുമോ എന്ന് ആക്രോശിച്ചായിരുന്നു ആക്രമണം. ബംഗളൂരുവിൽ ചികിത്സയിൽ കഴിയുന്ന അബ്ദുൽ നാസർ മദനിയുടെ ജീവൻ രക്ഷിക്കാൻ കേരള സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച്. സിറ്റിസൺ പ്രൊട്ടക്ഷൻ ഫോറം വനിതാ വിഭാഗമാണ് മാർച്ച് നടത്തിയത്. ബംഗളൂരുവിലേക്ക് കേരളം മെഡിക്കൽ സംഘത്തെ അയക്കണമെന്നും ആവശ്യപ്പെട്ടു. മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ PDP നേതാവ് മൈലക്കാട് ഷാ ഉദ്ഘാടനം ചെയ്തു. ആദിവാസി യുവാവ് വിശ്വനാഥന്റെ മരണത്തിൽ കാരണക്കാരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന ബഹുജൻ സമാജ്വാദി പാർട്ടി. ഭാര്യയുടെ പ്രസവത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയ വിശ്വനാഥൻ മരണപ്പെട്ടത് ആൾക്കൂട്ട ആക്രമണത്തെ തുടർന്നായിരുന്നു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ബഹുജൻ സമാജ്വാദി പാർട്ടി സംസ്ഥാന കൺവീനർ രമേശ് നന്മണ്ട. ഇടുക്കി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ലേഖ സത്യരാജിനെ തെരഞ്ഞെടുത്തു. 8-നെതിരെ 14 വോട്ടുകൾക്കാണ് ലേഖ വിജയിച്ചത്. മുന്നണി ധാരണ പ്രകാരം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ലിസി ദേവസിയാണ് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. കാസർഗോഡ് ഉപജില്ലാ ശാസ്ത്ര സംഗമം ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച 120ഓളം വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന. ഒരു വർഷത്തിനിടെ 83.6% റെക്കോർഡ് വളർച്ച നേടി. വിമാന ഷെഡ്യൂളുകളിൽ 31.53% വളർച്ചയും രേഖപ്പെടുത്തി. തിരുവനന്തപുരം സെൻട്രൽ, ലോക്മാന്യ തിലക് ടെർമിനസ്, തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി ഡെയിലി എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയെന്ന് സെൻട്രൽ റെയിൽവേ അറിയിച്ചു. ഇന്നു മുതൽ മാർച്ച് 19 വരെയാണ് നിയന്ത്രണം. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതാണ് കാരണം. കേരള തീരത്ത് ഉയർന്ന തിരമാല മുന്നറിയിപ്പ്. ഇന്ന് രാവിലെ 11:30 മുതൽ 16 രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി.
കോട്ടയം ജില്ലയിലെ പോലീസുകാരുടെ പരാതികൾ പരിഹരിക്കാൻ നടപടി. മാർച്ച് 15-ന് ഡിജിപി അനിൽ കാന്ത് ഓൺലൈൻ അദാലത്ത് നടത്തും. വിരമിച്ച പോലീസുകാർക്കും പങ്കെടുക്കാം. കോട്ടയം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സംഘടിപ്പിച്ച ദേശീയ ലോക് അദാലത്തിൽ 7045 കേസുകൾ തീർപ്പാക്കി. കോടതികളിൽ നിലവിലുള്ള കേസുകളും ഇതര തർക്കങ്ങളുമാണ് അദാലത്തിൽ പരിഗണിച്ചത്. കോഴിക്കോട് ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ സമരം പിൻവലിച്ചു. ഓൺലൈൻ ടാക്സി നിരക്കിൽ 30% വർധന വരുത്താമെന്ന ഓൺലൈൻ കമ്പനികളുടെ ഉറപ്പിനെ തുടർന്നാണ് തീരുമാനം. 22 ദിവസമായി ടാക്സി തൊഴിലാളികൾ സമരത്തിലായിരുന്നു. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ തുണിക്കടയിലേക്ക് കാർ ഇടിച്ചു കയറിയ അപകടത്തിൽ കടയുടെ മുൻവശത്തെ ചില്ല് തകർന്നു. കടയിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും വാഹനം വരുന്നത് കണ്ട് ഓടി മാറിയതിനാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോട്ടയം മാങ്ങാനത്ത് ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ 2 യുവാക്കൾ അറസ്റ്റിൽ. ദീപു കുമാർ, സുബിൻ പി തോമസ് എന്നിവരാണ് അറസ്റ്റിലായത്. മാങ്ങാനം സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ രാജേഷിനാണ് മർദ്ദനമേറ്റത്. 2 കോടിയോളം രൂപയുടെ GST തട്ടിപ്പ് നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. കൊൽക്കത്ത സ്വദേശി സഞ്ജയ് സിംഗിനെയാണ് ആലുവ സൈബർ പോലീസ് ടീം അറസ്റ്റ് ചെയ്തത്. ബിനാനിപുരത്ത് ഹോട്ടൽ നടത്തുന്ന സജി എന്നയാളുടെ പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പ്. വയനാട് തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റിൽ വൻ കഞ്ചാവ് വേട്ട. KSRTC ബസിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 30 കിലോ കഞ്ചാവാണ് എക്സൈസ് പരിശോധനയിൽ പിടിച്ചെടുത്തത്. കോഴിക്കോട് മാവൂർ സ്വദേശി രാജീവ് പിടിയിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. ആലപ്പുഴ മണ്ണഞ്ചേരി വടക്കേപ്പറമ്പിൽ വീട്ടിൽ നവാസ് KP യാണ് കോട്ടയം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറത്ത് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ സ്കൂൾ ബസ് ജീവനക്കാരൻ റിമാൻഡിൽ. ഹാജിയാർ പള്ളി ചെറുകാട്ടിൽ മുഹമ്മദ് ഷിബിനാണ് പോക്സോ കേസിൽ പിടിയിലായത്. സ്കൂളിലെ കൌൺസിലിംഗിനിടെയാണ് വിദ്യാർത്ഥിനി വിവരം പുറത്തു പറഞ്ഞത്. കിളിമാനൂരിൽ +2 വിദ്യാർത്ഥിയെ വഴിയിൽ തടഞ്ഞു നിർത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. കിളിമാനൂർ തൊളിക്കുഴി സ്വദേശി സന്തോഷ് ബാബുവാണ് പിടിയിലായത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു പീഡന ശ്രമം. വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി അറസ്റ്റിൽ. ആലപ്പുഴ കൊച്ചുപുരയ്ക്കൽ വീട്ടിൽ രഞ്ജിത്തിനെയാണ് മണിമല പോലീസ് അറസ്റ്റ് ചെയ്തത്. 2018-ൽ വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഇയാൾ ഒളിവിലായിരുന്നു. വയനാട് ജില്ലാ പഞ്ചായത്തിലെ പർച്ചേസിംഗ് അഴിമതിയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ഡിവൈഎഫ്ഐ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനം പർച്ചേസിംഗ് പ്രൊജക്ടുകൾ നടപ്പിലാക്കൽ മാത്രമാണ്. ഇതിന് പിന്നിൽ സാമ്പത്തിക താൽപര്യമാണെന്നും അന്വേഷണം വേണമെന്നും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി. കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ യൂത്ത് കോൺഗ്രസ്. ഭൂമി ഏറ്റെടുത്തതിലെ തുക കോടതിയിൽ കെട്ടിവയ്ക്കാൻ തനത് ഫണ്ടിൽ നിന്നും പണം കണ്ടെത്തിയതിൽ പ്രതിഷേധം. പഴയ കുന്നുമേൽ ഗ്രാമപഞ്ചായത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിച്ചാൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് KSU. ഇന്ധന സെസ്സും വില വർധനയും ഉണ്ടാകുമ്പോൾ സമരനാടകം നടത്തി വിദ്യാർത്ഥികളുടെ ബസ് നിരക്ക് കൂട്ടുന്നതാണ് സ്ഥിരം രീതി. ഇത്തരം പൊറോട്ട് നാടകത്തിന്റെ കൂട്ടുനിന്നാൽ ഗതാഗത മന്ത്രിയെ തെരുവിലിറങ്ങാൻ KSU അനുവദിക്കില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിനെതിരെ CITU വാഴൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് K രാജേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് B ബിജുകുമാർ അധ്യക്ഷനായി. കോട്ടയം തൃക്കൊടിത്താനത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബജറ്റിലെ നികുതി കൊള്ളയ്ക്കെതിരെ പ്രതീകാത്മക ആത്മഹത്യ നടത്തി. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രാജീവ് മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മനുകുമാർ അധ്യക്ഷത വഹിച്ചു. KGMOയെ തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികൾ ചുമതലയേറ്റു. ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പത്മപ്രസാദ് PS, ജില്ലാ സെക്രട്ടറി ഡോക്ടർ സുനിത, ജില്ലാ ട്രഷറർ ഡോക്ടർ പ്രവീൺ KS എന്നിവർ സ്ഥാനമേറ്റു. സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സുനിൽ PK, മുൻ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ GS വിജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു.
യൂത്ത് കോൺഗ്രസ് പുതുപ്പള്ളി ആറാട്ടുചിറ യൂണിറ്റ് സമ്മേളനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ജോജി ജോർജിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാം കെ വർക്കി ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതാവും കർഷക യൂണിയൻ ജെ പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റുമായ അവിരാജൻ മുല്ലൂർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്നു. ജോസ് കെ മാണി എം പി മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു. മൂന്നിലവ് പഞ്ചായത്തിലെ കടപുഴ പാലം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. മൂന്നിലവ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് മൂന്നിലവ് നിരാഹാര സമരം നടത്തി. മൂന്നിലവ് ജംഗ്ഷനിൽ നടന്ന സമരം ബി.ജെ.പി. സംസ്ഥാന കൌൺസിൽ അംഗം രഞ്ജിത്ത് ജി മീനാഭവൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പുലാമന്തോൾ ഗ്രാമപഞ്ചായത്തിലെ പാലൂർ മില്ലുംപടി കൊള്ളിടിത്തോട് ചെമ്മല റോഡ് റീടാറിംഗ് പൂർത്തീകരിച്ചു. നവീകരിച്ച റോഡ് പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി സൌമ്യ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാളഞ്ചിറ മുഹമ്മദ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. കോട്ടയം വാഴൂർ ഉള്ളായം ബ്രദറൻസ് ചർച്ച് കല്ലടി റോഡ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. എംഎൽഎ ഫണ്ടിൽ നിന്ന് 14 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നവീകരിച്ചത്. ഗ്രാമപഞ്ചായത്തിൽ 50 വർഷത്തിലധികമായി നടപ്പുവഴി മാത്രമുള്ള ഭാഗത്താണ് പുതിയ റോഡ് നിർമ്മിച്ചത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ആലപ്പുഴയിലെ വിഭാഗീയതയിൽ പ്രതികരിക്കാതെ മന്ത്രി സജി ചെറിയാൻ. ജില്ലയിൽ നിന്നുള്ള മന്ത്രി താൻ മാത്രമല്ലെന്നും പറയാനുള്ളത് ജില്ലാ സെക്രട്ടറി പറയുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. മരട് നഗരസഭയിലെ ചമ്പക്കര കണ്ണാടിക്കാട് കനാൽ തീര കൈവരി നിർമ്മാണം കെ ബാബു എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 69 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. മലപ്പുറം നഗരസഭയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൌജന്യ നീന്തൽ പരിശീലനം നൽകുന്ന പദ്ധതിക്ക് തുടക്കം. വിദഗ്ധരായ പരിശീലകരുടെ നേതൃത്വത്തിലാണ് പരിശീലനം. നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ആറ്റിങ്ങൽ സബ് ജയിലിന് പുതുതായി വാങ്ങിയ ആംബുലൻസ് OS അംബിക എംഎൽഎ ഫ്ളാഗ് ഓഫ് ചെയ്തു. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ആംബുലൻസ് വാങ്ങിയത്. ജയിൽ ഡിഐജി വിനോദ് കുമാർ എം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൂപ്രണ്ട് ഡി അജയ് കുമാർ സ്വാഗതം ആശംസിച്ചു. മഞ്ചേശ്വരം തലപ്പാടി ദേശീയപാതയിലെ ഉദ്യാവരം 10ാം മൈലിൽ ദേശീയപാത നിർമ്മാണ കമ്പനി നിർമ്മിക്കുന്ന ഡ്രെയിനേജ് പ്ലാൻ മാറ്റം വരുത്തണമെന്ന ആവശ്യം. പരാതിയെ തുടർന്ന് കരാർ കമ്പനി പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ച് പ്രദേശവാസികളുമായി ചർച്ച നടത്തി. കോട്ടയം തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൽ 2023-24 സാമ്പത്തിക വർഷത്തിലേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനായി വികസന സെമിനാർ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അജയ് മേനോൻ ഉൾപ്പെടെ പങ്കെടുത്തു. കോട്ടയത്ത് കുട്ടികൾക്കായി വെബ് പോർട്ടൽ തയ്യാറാക്കുന്നു. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ് പോർട്ടൽ. വനിതാ ശിശു വികസന വകുപ്പ് തയ്യാറാക്കുന്ന പോർട്ടലിനായി കുട്ടികളെ പങ്കെടുപ്പിച്ച അഭിപ്രായ രൂപീകരണം നടത്തി. സാംസ്കാരിക വകുപ്പ് സ്ത്രീ സമത്വത്തിനായി സംഘടിപ്പിക്കുന്ന സമം സാംസ്കാരികോത്സവം മാർച്ച് 2 മുതൽ 4 വരെ കുമരകത്ത് നടക്കും. സർവ്വവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, സാക്ഷരതാ മിഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നീ സ്ഥാപനങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംഘാടനം നടക്കുക. പരിപാടി ആസൂത്രണം ചെയ്യാൻ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് കോട്ടയം ജില്ലാ സമ്മേളനം പാലായിൽ നടന്നു. ലോക തൊഴിൽ മേഖലയുടെ മാറ്റങ്ങൾക്ക് അനുസൃതമായി വിദ്യാഭ്യാസ രംഗവും മാറണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ജോസ് കെ മാണി MP പറഞ്ഞു. കണ്ണൂർ സഹകരണ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് 2015-16 വർഷത്തെ സഹകരണ ഡിപ്ലോമ കോഴ്സ് പൂർത്തീകരിച്ചവരുടെ സംഗമം നടന്നു. ജില്ലയിലെ വിവിധ സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്ന 30ഓളം ജീവനക്കാരാണ് ഒത്തുചേർന്നത്. ധർമ്മശാല കൽക്കോ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി MVR ആയുർവേദ മെഡിക്കൽ കോളേജ് മാനേജിംഗ് ഡയറക്ടർ പ്രൊഫസർ E. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖല നിലവിൽ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് സംഗമത്തിൽ ചർച്ചകളും നടന്നു.
കേരള ഫോക്ലോർ അക്കാദമി സംഘടിപ്പിച്ച പടയണി പഠന കളരി കാപ്പുലി 2023 സമാപിച്ചു. സമാപന സമ്മേളനം ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട കിടങ്ങന്നൂർ പള്ളിമുഖം ക്ഷേത്ര കളരിയിലായിരുന്നു 3 ദിവസം നീണ്ട പഠന കളരി. ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം സംഘടിപ്പിച്ചു. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ഷീര കർഷകരെ ആദരിച്ചു. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് കോട്ടയത്ത് നടന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ലിറ്റിൽ കൈറ്റ്സ് ജില്ലാ ക്യാമ്പിന് ആലപ്പുഴ കലവൂർ സോക്ഷോ എക്കണോമിക് സെന്ററിൽ തുടക്കം. റോബോട്ടിക്സ്, IoT, 3D മോഡലിംഗ് തുടങ്ങിയവയിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതാണ് പദ്ധതി. പൊതുജനങ്ങൾക്കായി വിപുലമായ ഡിജിറ്റൽ മീഡിയ ലിറ്ററസി പരിപാടിയും ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾ വഴി നടപ്പാക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് തൃക്കരിപ്പൂരിൽ സൗജന്യ കേൾവി പരിശോധന ക്യാമ്പ് ആരംഭിച്ചു. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് കോളേജിന്റെ സഹകരണത്തോടെ ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റ് നേതൃത്വത്തിലാണ് 10 ദിവസം നീളുന്ന ക്യാമ്പിന് തുടക്കമിട്ടത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൽപ്പറ്റ യൂണിറ്റ് T നസറുദ്ദീൻ ദിനം ആചരിച്ചു. അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജുമായി ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. 300ഓളം രോഗികളെ പരിശോധിച്ച് മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്തു. AIYF കണ്ണൂർ ജില്ലാ പഠന ക്യാമ്പ് മാട്ടൂൽ MV പാർക്കിൽ നടന്നു. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. AIYF ജില്ലാ പ്രസിഡന്റ് KR ചന്ദ്രകാന്ത് അധ്യക്ഷനായി. TV രജിത രക്തസാക്ഷി പ്രമേയവും P ജിതേഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. മലയാള ഐക്യവേദി സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് തുടങ്ങി. എഴുത്തുകാരൻ S ഹരീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക ഭാഷകളുടെ അതിജീവനം ജനാധിപത്യത്തിന്റെ ശാക്തീകരണമാണ് S ഹരീഷ് പറഞ്ഞു. കാസർഗോഡ് മാധ്യമപ്രവർത്തകർക്കും മാധ്യമ വിദ്യാർത്ഥികൾക്കുമുള്ള ശില്പശാല സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിൽ നടന്ന പരിപാടി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കണ്ണൂർ മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ PC സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് കേരള വിഭാഗം ഇന്റർനാഷണൽ കോൺഫറൻസ് സംഘടിപ്പിച്ചു. കോട്ടയം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നടന്ന പരിപാടി കേരള ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ ACK നായർ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം IIT ഡയറക്ടർ ഡോക്ടർ രാജീവ് വിധരസ്കർ അധ്യക്ഷനായിരുന്നു. പാലാ മരിയൻ മെഡിക്കൽ സെന്റർ സുവർണ ജൂബിലി ആഘോഷ സമാപനം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിൻ, ജോസ് കെ മാണി MP, മാണി സി കാപ്പൻ MLA, പാലാ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.